ഒരു ഡയലോഗ് അത് പഞ്ചായി മാറുന്നത് ആ പറഞ്ഞ ഡയലോഗ് യാഥാർത്ഥ്യമാകുമ്പോഴാണ്. അത്തരത്തിൽ നരേന്ദ്രമോദി പറയാറുള്ള പല കാര്യങ്ങളും യാഥാർത്ഥ്യത്തിലേക്ക് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് ജനം കാതോർക്കുന്നതും ആ വാക്കുകൾക്ക് ജനം വലിയ കൈയടി നൽകുന്നതും. ഏതായാലും ആ വാക്കുകൾ കടമെടുത്ത പാകിസ്ഥാൻ 8ന്റെ പണി വാങ്ങിയതാണ് മറ്റൊരു വാർത്ത. ഈ ഭീകരവാദം, പഹൽഗാമിലെ ഭീകരവാദം നടന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന്. അതിന് തൊട്ടു പിന്നാലെ നാം കണ്ടത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചു, ഒരു തുള്ളി വെള്ളം പോലും പിന്നെ പാകിസ്ഥാനിൽ ലഭിച്ചില്ല. അങ്ങനെ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുക കൂടി ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ ഈ ഇന്ത്യയിൽ വീഴ്ത്തിയ രക്തത്തിന് പ്രതികാരമെന്നോണം പാകിസ്ഥാനിൽ തകർത്താടിയ ഇന്ത്യൻ സേന അവിടെ പ്രതികാരവും ചെയ്തു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ഇതേ ഡയലോഗിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഈ പാകിസ്ഥാന്റെ PR ഡയറക്ടർ അഹമ്മദ് ഷെരീഫ് ചൗധരി കഴിഞ്ഞ ദിവസം ഒരു ഡയലോഗ് അടിച്ചിരുന്നു. അതായത് അഫ്ഗാനിസ്ഥാനുമായി ഇപ്പോൾ പാകിസ്ഥാൻ സംഘർഷത്തിലാണ്. ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ അഹമ്മദ് ഷെരീഫ് ചൗധരി പറഞ്ഞത് വ്യാപാരവും രക്തവും ഇനി ഒരുമിച്ച് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ അതിർത്തി അടച്ചിരുന്നു. അതായത് ഈ അതിർത്തി അടച്ചത് മൂലം, കാരണം പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഈ അഫ്ഗാനിസ്ഥാൻ വാങ്ങുന്നത്. അതുകൊണ്ട് ഈ അതിർത്തി അടയ്ക്കുന്നതോടെ അഫ്ഗാനിസ്ഥാൻ പെട്ടുപോകുമെന്ന് അവർ കരുതി. പക്ഷെ ബുദ്ധിമാന്മാരായ അഫ്ഗാനിസ്ഥാനികൾ പട്ടി വില പോലും ഇതിന് നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കില്ല. പതുക്കെ അവരുടെ വ്യാപാരം ഇന്ത്യ, ഇറാൻ, തുർക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളുമായി ബന്ധപ്പെടുകയും വ്യാപാരം അനുസൃതം തുടരുകയും ചെയ്തു. ഇവിടെയല്ല പാകിസ്ഥാന് പണി കിട്ടിയത്. പകരം പാകിസ്ഥാനിലെ ഉൽപ്പന്നങ്ങൾ മധ്യേഷ്യയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അഫ്ഗാനിസ്ഥാൻ വഴിയായിരുന്നു. ഈ അഫ്ഗാനിസ്ഥാൻ ഈ വ്യാപാര ബന്ധം മറ്റു രാജ്യങ്ങളുമായി തുടങ്ങുകയും പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാനും ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനോടുള്ള അതിർത്തി പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാന് ഇപ്പോൾ തങ്ങളുടെ ട്രക്കുകൾ അഫ്ഗാനിസ്ഥാനിലൂടെ കടന്ന് ഈ പറയുന്ന തുർക്ക്മെനിസ്ഥാനിലും കിർഗിസ്ഥാനിലും താജിക്കിസ്ഥാനിലും നിന്നും ഉൽപ്പന്നം എത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ പാകിസ്ഥാൻ UN സമീപിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ അതിർത്തി തുറക്കാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമല്ല. ഇതിനിടയിൽ പാകിസ്ഥാന്റെ മണ്ണിൽ ഈ പാക് സർക്കാരിന്റെ നടപടിക്കെതിരെ വ്യാപാരികൾ പ്രതിഷേധത്തിലുമാണ്. ഏതായാലും പഞ്ച് ഡയലോഗുകളൊക്കെ പറയുന്നത് നല്ലതാണ്. അതിന് അർഹതയുള്ളവ അർഹിക്കുന്ന സമയത്ത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.